ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് വീഡിയോ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഡ്യൂക്ക് 250 ആയിട്ടാണ്. ഈ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അതിന് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സെയിലിന് എത്തിയ വണ്ടിയായിരുന്നു. എന്താ പറയുക, 2020 മോഡൽ, വെറും 8800 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് കേട്ടോ. ഏകദേശം 9000 ആവാനായിട്ടുണ്ട്. ഞാൻ അല്ലറ ചില്ലറ യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഇപ്പം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അത്ര നീറ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മഴ കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് ഈ മഴ കാരണം നമുക്കും ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ, ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടികൾക്കും. മഴ കൊണ്ട് കഴിഞ്ഞാൽ വണ്ടികൾക്ക് ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കും. അതിൽ KTMൻ്റെ വണ്ടികൾ പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മീറ്ററിനാണ്. മീറ്റർ ഡാമേജ്. ഈ മീറ്റർ ഡാമേജ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മീറ്ററിൻ്റെ ടോപ്പ് ബോക്സ് കണ്ടില്ലേ, ഈ ടോപ്പ് ബോക്സ് മൊത്തം കംപ്ലൈൻ്റ് ആയിട്ട് ഈ ഫുള്ള് ഹോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇറങ്ങിയിട്ട് ഷോർട്ടായിട്ട് ഡിസ്പ്ലേ അടിച്ചു പോകും. ആ ഡിസ്പ്ലേ റെഡിയാക്കാൻ ഏകദേശം 3000 റുപ്പീസിൻ്റെ അടുത്ത് റേറ്റ് വരും. അതുപോലെ തന്നെ ഇനിയിപ്പം അതല്ല, ഈ മീറ്റർ മൊത്തം റീപ്ലേസ് ചെയ്യാനാണെങ്കിൽ ഏകദേശം പുതിയ മീറ്ററിന് 9000 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ ഈ ഒരു ഇഷ്യൂ, മീറ്റർ ഡാമേജും കാര്യങ്ങളൊക്കെ മഴ കൊണ്ടിട്ട് ഒഴിവാക്കാൻ പറ്റുന്നൊരു ഇഷ്യൂ, ഈ മീറ്ററിൻ്റെ ഷെല്ല് പോയ ആളുകൾ എത്രയും പെട്ടെന്ന് പുതിയ ഷെല്ല് വാങ്ങിയിടുക. ചെറിയ എമൗണ്ട് ഈ ഷെല്ലിന് വരുന്നുള്ളൂ. ആ ഷെല്ല് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഏറ്റവും നല്ലൊരു എമൗണ്ട് ആ മീറ്ററിൻ്റെ മുകളിൽ പൊട്ടും. അതിലും നല്ലത് ആ പോയ ഷെല്ലുണ്ടെങ്കിൽ ആ പുതിയ ഷെല്ല് വാങ്ങിയിടുക. അതോ ആ ഷെല്ല് വാങ്ങിയിടാൻ പൈസ ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്ത്, നമ്മൾ എവിടെയും മഴയത്തൊക്കെ പാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ഈ ഒരു മീറ്റർ കവർ ചെയ്തിടുക. അതാണ് നമുക്ക് പറ്റുന്നൊരു കാര്യമുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നവരാണ്. കാരണം മഴയത്ത് എല്ലാവർക്കും ഉള്ളൊരു കംപ്ലയിൻ്റാണ്, വണ്ടിയുടെ ചെയിൻ സോക്കറ്റിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കുറയും. ഏകദേശം ഒരു 10,000 ഒക്കെ കിട്ടുന്നൊരു ചെയിൻ സോക്കറ്റ് ആണെങ്കിൽ അതൊരു 7 ആ ലെവലിലോട്ടേക്ക് മാറും. അതിന് നമ്മൾ ഓയിൽ തീരെ യൂസ് ചെയ്താൽ പോരാ. കാരണം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ KTMൻ്റെ വണ്ടികളോട്ട് ഒരിക്കലും നമ്മൾ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ KTMൻ്റെ വണ്ടി മാത്രമല്ല, അത്യാവശ്യം സ്പീഡ് പോകുന്ന വണ്ടികളൊന്നും നമ്മൾ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഓടുന്നതിനനുസരിച്ചിട്ട് ആ ഓയിൽ കാര്യങ്ങളൊക്കെ തെറിച്ച് പോകും. അപ്പം അതിനുള്ള ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെയിൻ ലൂബ് മാത്രമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ TRM കാലിഡേറ്ററിൻ്റെ ചെയിൻ ലൂബാണ്. എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ. ഞാനിപ്പോൾ ഏകദേശം കുറച്ചൊരു 3 വീക്സിൻ്റെ അടുത്തായി ഇതിൽ ചെയിൻ ലൂബ് അടിച്ചിട്ടത്. ഇതിലിപ്പോഴും ചെയിനിൻ്റെ ലൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയിൻ ലൂബ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയിനിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കമ്പനി എത്രയാണോ ചെയിൻ സോക്കറ്റിൻ്റെ കമ്പനി എത്രയാണോ നമുക്ക് ഇതിൻ്റെ ലൈഫ് പറയുന്നത്, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ലൈഫ് കിട്ടും, ചെയിനിൻ്റെ ലൈഫ് കിട്ടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെയിൻ ലൂബ് അപ്പടി അടിച്ചു കൊടുക്കുകയല്ല, എപ്പോഴും നമ്മൾ ചെയിൻ ക്ലീൻ ആക്കി അത് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ചെയിൻ ലൂബ് അടിക്കാവൂ. അത് ചെയിൻ ലൂബ് അടിച്ചതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് നേരം വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. ആ ഒരു ചെയിൻ ലൂബ് ഉണങ്ങാനായിട്ട്, അത് ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് നല്ല പിടിച്ച് വരണം. അതിന് കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ ചെയിൻ ലൂബ് അടിച്ച് അപ്പം തന്നെ എടുത്ത് ഓടിക്കാൻ പാടില്ല. അപ്പം കൂടുതലായിട്ട് ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് അടിച്ച് വെക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ചെയിൻ നല്ല രീതിയിൽ ലൂബ് നല്ല ഡ്രൈ ആയിട്ട് നല്ല പിടിച്ച് കിടക്കും. അത്യാവശ്യം ലൈഫും കിട്ടും കേട്ടോ. ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സൊക്കെ എനിക്ക് കിട്ടലുണ്ട്. ചെയിൻ ലൂബ് അടിച്ച് TRM കാലിഡേറ്ററിൻ്റെ കിട്ടലുണ്ട്. ഇതിപ്പോൾ ഏകദേശം 2 വീക്സിൻ്റെ അടുത്തായി. ഞാനിപ്പോൾ ഏകദേശം ഒരു 150 കിലോമീറ്റേഴ്സ് ഓടി. എന്നിട്ട് ഇപ്പോഴും ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ ആയിമേൽ അങ്ങനെ തന്നെ ഉണ്ട്. ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. TRM കാലിഡേറ്ററിൻ്റെ അത്യാവശ്യം മോശമില്ലാത്തൊരു ബ്രാൻഡാണ്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, റേഡിയേറ്ററിൻ്റെ ഈ ഒരു സൈഡിലെ ഇവിടെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇവിടെ ചളി കുടുങ്ങിയിട്ട് ഉള്ളോട്ടേക്ക് എയർ പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇവിടെ ബ്ലോക്കായി പോകും, ചളി കയറിയിട്ട് ഇവിടെ. അപ്പം നമ്മൾ എന്താക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിലൂടെ ബ്രഷ് ഇട്ടിട്ടോ കാര്യങ്ങളോ അധികം ഫോഴ്സിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് റേഡിയേറ്റർ ഫാനിന് കംപ്ലയിൻറ്റ് വരും. അപ്പം ചെറിയ ഫോഴ്സിൽ വെള്ളം അടിച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വണ്ടി വാട്ടർ സർവീസ് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ടിക്ക്, നമ്മൾ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ നമ്മുടെ വണ്ടിയും നല്ല രീതിയിൽ ആരോഗ്യമായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ് റേഡിയേറ്ററിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഹീറ്റിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ടോട്ടൽ ഫുൾ എഞ്ചിനെ വരെ അത് ബാധിക്കും. അത്ര വലിയൊരു ഇഷ്യൂ ആണ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനാരും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മഴക്കാലത്ത് നമ്മൾ ഈ ഒരു ചളി പിടിച്ച ഭാഗങ്ങളുണ്ടല്ലോ, എക്സോസ്റ്റിൻ്റെ ഈ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടി ചൂടാകുന്നതിനനുസരിച്ച് ഈ ചളി അതുപോലെ തന്നെ പറ്റി പിടിച്ച് പോകും. പിന്നെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോണോഷോക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ചളി കയറാതെയും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാട്ട് വെള്ളം അങ്ങനെ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത് നമ്മുടെ മോണോഷോക്കിന് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വരും. പുതിയ മോണോഷോക്കിന് ഏകദേശം 6000 റുപ്പീസിനടുത്ത് പുതിയ മോണോഷോക്കിന് റേറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ചളി കൂടെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം. അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ചെടുക്കുന്ന വണ്ടിയാണ് നമ്മളെ വണ്ടി. എൻ്റെ മൈൻഡിൽ ഞാൻ എൻ്റെ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളുടെ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു വണ്ടി എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. ഞാൻ വണ്ടി എപ്പോഴും വാഷ് ചെയ്തിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യലുള്ളൂ. ഞാൻ അപ്പടി ചളിയ വണ്ടി ഞാൻ അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോകില്ല. വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കഴുകലുണ്ട്. എന്നെ കൊണ്ട് കഴുകാൻ പറ്റാത്ത സമയത്ത് വണ്ടി വാട്ടർ സർവീസിന് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നീറ്റായിട്ട് വണ്ടി കഴുകലുണ്ട്. അപ്പം വണ്ടിയുടെ കുറച്ച് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മളിപ്പം മഴക്കാലത്ത് മഴയേനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും നമ്മളൊരു ടോപ്പ് കവറങ്ങാനും ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ വണ്ടികൾക്ക് ഫുള്ളായിട്ട് സെൻസർ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ സെൻസറിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം പോയി കഴിഞ്ഞാലൊക്കെ ചില സെൻസേഴ്സൊക്കെ കംപ്ലയിൻ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു V3 ഉണ്ടായിരുന്നു. ആ V3യുടെ റേഡിയേറ്റർ ഫാനിൻ്റെ ഉള്ളിൽ സെൻസറിൻ്റെ ഉള്ളിൽ ചളി കയറിയിട്ട് അത് ബ്ലോക്കായി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ചില സമയത്ത് അത് ഓട്ടോമാറ്റിക് വർക്ക് ആവുന്നുണ്ടായിരുന്നു. കീ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോലും ആ ഒരു ഫാൻ ഓട്ടോമാറ്റിക് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി ഫുൾ ടൈം വാഷ് ചെയ്യുക. നല്ല രീതിയിൽ വണ്ടി പ്രോപ്പറായിട്ട് നോക്കുക. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇപ്പം മഴയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ചെയിൻ സോക്കറിൻ്റെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ചെയിൻ യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നിങ്ങൾക്കറിയാം ഒരു 250 ചെയിൻ സോക്കറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ 3000 റുപ്പീസിൻ്റെ അടുത്ത് കോസ്റ്റ് വരും. അറൗണ്ട് 3000 അടുത്ത് വരും. അപ്പം ആ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ലൂബേ നമ്മൾ യൂസ് ചെയ്യാവും. കാരണം നമ്മൾ ഓയിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഓയിൽ അതിൽ പിടിച്ച് നിൽക്കത്തില്ല, തെറിച്ച് പോകും. അപ്പോൾ സത്യം ചെയിൻ ലൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അതും ഫുള്ളി സിന്തറ്റിക് യൂസ് ചെയ്യണം കേട്ടോ. നമ്മളെപ്പോൾ ചെയിൻ ലൂബ് വാങ്ങുമ്പോഴും സിന്തറ്റിക് ചെയിൻ ലൂബ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, സിന്തറ്റിക് ചെയിൻ ലൂബ് മാത്രമേ നമുക്ക് വെള്ളമായി കഴിഞ്ഞാൽ തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പറ്റി പിടിച്ച് നിൽക്കുക. നമുക്ക് സിന്തറ്റിക് ചെയിൻ ലൂബ് മാത്രമേ പിടിച്ച് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഓൾറെഡി നമ്മുടെ അടുത്ത് സെയിലായി. അപ്പോൾ ഇനി അടുത്ത ഒരുപാട് വണ്ടികൾ നമ്മുടെ അടുത്ത് വരാനുണ്ട്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടാം. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടിയുടെ സെയിൽസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഒരു എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം. ഇൻസ്റ്റാഗ്രാം ചാനലും ഒന്ന് ഫോളോ ചെയ്തിടാം. ഓക്കെ, ബൈ.